ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് വൈകുന്നേരത്തെ ഒരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അട വറുക്കാമെന്ന് ഞാൻ ഉദ്ദേശിച്ചാണ്, പക്ഷേ അട വറുക്കാനായിട്ട് പറ്റിയില്ല. ഇതിനകത്ത് ഇത്തിരി വെള്ളം കൂടിപ്പോയെന്നേ. അതുകൊണ്ട് ഞാൻ അട പുഴുങ്ങാൻ തീരുമാനിച്ചു. ആദ്യം ശർക്കര പാനിലോട്ട് തേങ്ങയിട്ട് നല്ലതുപോലെ യോജിപ്പിക്കുന്നു. ഇതിനകത്ത് ഏലക്കായും ജീരകമൊക്കെ ചേർത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് ഗോതമ്പ് പൊടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ മാത്രമേ കുറച്ച് ഗോതമ്പ് പൊടി കൂടി ചേർക്കാവുള്ളൂ. ആദ്യം തന്നെ എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ പൊടിയില്ല, അതില്ല, മറ്റേതില്ല, മറിച്ചില്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ട് തികയാത്തത് കൊണ്ട് ഇത് ലൂസായിട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ചുകൂടി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത്, ഈ തവി വെച്ച് മിക്സ് ചെയ്യുന്നത് ഭയങ്കര ബോറാണ്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ച് കൈ വെച്ച് കുഴച്ചെടുക്കാമെന്ന്. അതാണ് നമുക്ക് ഒരു സുഖം. അവിടെ നല്ലതുപോലെ ഇതേ കണ്ട, അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ എത്തും. നല്ലതുപോലെ കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. നല്ല ആരോഗ്യമൊന്നും ഒരുപാട് ആവശ്യമൊന്നുമില്ല, എന്നാലും നല്ലപോലെ മിക്സ് ചെയ്യുമ്പോൾ ഒരു എല്ലായിടത്തും എത്തും. തവി പോലെ ആകത്തില്ലല്ലോ. അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു വാഴയില പറിച്ചുകൊണ്ട് വരാം. വാഴയില പറിച്ചുകൊണ്ട് ഇതേപോലെ കോൺ വെക്കണം. നമ്മൾ സമൂസയുടെയൊക്കെ ഇതുപോലെ ഇങ്ങനെ കോണാക്കി പരത്തി അതിനകത്തോട്ടാക്കി ഓരോന്നോരോന്ന് വെച്ച്, ഞാൻ അട വറക്കാൻ വെച്ച പാത്രമാണത്, ആ ചട്ടി. അടയായില്ല, അട വറുത്തില്ല, അട പുഴുങ്ങ. ഇതിങ്ങനെ ഓരോന്നോരോന്ന് നിറയ്ക്കുക, നിറച്ച് വെക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വേറെ പണികളും ചെയ്യുന്നുണ്ട്. അടുപ്പ് കത്തിക്കുന്നുണ്ട്, അതിൻ്റെ മുകളിൽ ഇഡലി പാത്രം വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോ സമയത്ത് ചെയ്യുന്നുണ്ട്. ഇത് എളുപ്പം തന്നെ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ പിള്ളേരെ ശാസിക്കുന്നുണ്ട്. രണ്ടും കൂടി ഭയങ്കര ഇടിയും ഇതൊക്കെയാണ്. അത് ഇതേപോലെ സമൂസയുടെ അതേ ഷേപ്പ് നമ്മളിങ്ങനെ എല്ലാം റെഡിയാക്കണം. ഇതുപോലെ ഇരിക്കും എല്ലാം റെഡിയായി കഴിയുമ്പോഴത്തേനും. എനിക്ക് നല്ല രസമല്ലേ, അടിപൊളി, കറക്റ്റ് സമൂസ അല്ലേ, കറക്റ്റ് കള്ളൻ. അത് കഴിഞ്ഞിങ്ങനെ ഇഡലി പാത്രത്തിൽ വെള്ളം ചൂടായി കഴിയുമ്പോൾ ഇത് ഓരോന്നും ഇങ്ങനെ പെറുക്കി വെക്കണം. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഈ ശർക്കര ചിലപ്പോൾ ഊർന്ന് അതിനകത്തോട്ട് പോകുകയാണെങ്കിൽ എല്ലാം കൂടി തിളച്ച് കുഴഞ്ഞു പോകും. അതുകൊണ്ട് ഇത് ഒരു അരപ്പാത്രം വെള്ളം വെക്കാവുള്ളൂ. ഇത് വെച്ചിട്ട് നല്ല ശരിക്ക് ടൈറ്റ് ചെയ്ത് അടക്കണം. ഇതിപ്പോൾ ഇളയ മോനും മൂത്തവനും വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മച്ചി വെന്താന്ന്. ഞാൻ പറഞ്ഞ് ആവി കയറാനുള്ള സമയം താടേ എന്ന് പറഞ്ഞു. അതുപോലെ അടച്ച് നല്ല ടൈറ്റായി. ഒന്ന് നെക്കിയപ്പോഴത്തേനും അവിടുത്തെ ഒരു സൈഡ് ചരിഞ്ഞു. അതൊന്നും സാരമില്ല. നല്ലതുപോലെ ക്ഷമയോടെ കാത്തിരിക്കുക. ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ ഇതേപോലെ കിട്ടും. അടാ, സൂപ്പർ അട.